ആയിക്കര ഹാർബറിൽ വലകൾ സൂക്ഷിച്ച കടമുറി കത്തിനശിച്ചു. തീവെച്ചതാണെന്നാണ് സംശയം. വലകൾ പൂർണ്ണമായും കത്തിനശിച്ചു. കെട്ടിടവും തകർന്നു. ശനിയാഴ്ച പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. സിറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആയിക്കര ഹാർബറിനോട് ചേർന്നുള്ള കടമുറിയിൽ സൂക്ഷിച്ച വലകളാണ് കത്തിനശിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 1:30യോടെയായിരുന്നു തീപിടുത്തം. സിറ്റി നാലുവയൽ സ്വദേശി ആഷിറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വല വിൽക്കുന്ന ഈ കട. ഫൈബർ തോണികളിൽ ഉപയോഗിക്കുന്ന പഴയതും പുതിയതുമായ നിരവധി വലകളാണ് മുറിയിൽ ഉണ്ടായിരുന്നത്. എഞ്ചിൻ, വയർലെസ് ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ പൂർണ്ണമായും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. വെള്ളിയാഴ്ച രാത്രി ഇതര സംസ്ഥാന തൊഴിലാളി ഇവിടെ പരാക്രമം കാട്ടിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി തീവെച്ചതാണോ എന്ന് സംശയമുണ്ടെന്നും തൊഴിലാളികൾ പറഞ്ഞു. വലിയ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് ഉടമയുടെ സഹോദരൻ പറഞ്ഞു. മൂപ്പരോട് കിടന്നോടുന്നത് 11 റേഡ് ഉണ്ടായിരുന്നു. അന്നേരം സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ പുറത്തുനിന്ന് ഈ പറഞ്ഞ പണിക്കാരെ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടാക്കുന്നതുകൊണ്ട് ഇവരും മറ്റെല്ലാവരും കൂടി പുറത്താക്കാൻ നോക്കിയാനാ നിർത്തിയിട്ട് പോകുന്നുള്ള രീതിയിൽ. പക്ഷെ ഓൻ പോകുന്നില്ല. അങ്ങനെ മൂപ്പർക്ക് 4 മണിക്ക് അണിച്ച് പണിക്ക് വേണ്ടതാണ്. അപ്പോൾ മൂപ്പര് എന്തൊക്കെയാ ഇവൻ്റെ ശല്യം കാരണം എന്ന് വെച്ചാൽ ഇവന് ഇടാൻറ്റാന്നല്ലോ ഒച്ചപ്പാടാക്കുന്നത്. അപ്പോൾ മൂപ്പര് അതായത് പണിക്കാരൻ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പണിക്കാരെ നാട്ടിൽ പോയിട്ടുള്ളത് ഓനിക്ക് ബദലായിട്ട് വെച്ചൊരു പണിക്കാരനാണ്. അപ്പോൾ ഓൻ്റെ നമ്പറില്ല, കാര്യങ്ങളൊന്നുമില്ല. അത് വേറെ വിഷയം. അപ്പോൾ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂട്ടിയിട്ട് അവർ പോയതാണ്. അപ്പോൾ സംശയം ഒരാളെയാണ്. പക്ഷെ പോലീസുകാർ പറഞ്ഞ പോലെ അവന് തന്നെയാണെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ സംശയം. മുറി പൂർണ്ണമായും കത്തിനശിച്ചു. മേൽക്കൂരയടക്കം തകർന്നു. സിറ്റി ഇൻസ്പെക്ടർ EK ഷിജു, SI M പ്രശോഭ് എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.